ഹായ് ഓൾ, ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ. തമ്മിൽ കണ്ട പോലെ തന്നെ നല്ലൊരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ വീട്ടിലുള്ള ഈ സിങ്കിൻ്റെ ഒക്കെ ഭയങ്കര ബാഡ് സ്മെല്ല് വരാറുണ്ട്. അതിനൊക്കെയുള്ള ഒരു കിടിലം വഴിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. ചെറിയൊരു വീഡിയോ ആണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കംഫർട്ടാണ്. നമ്മുടെ വീട്ടിലെ ഏകദേശം 90% പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരവും കൂടിയാണ് കംഫർട്ട്. ഇവിടെ ഞാൻ 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കാൻ വെക്കുക. വസ്ത്രങ്ങൾക്ക് മണം നൽകാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള ബാഡ് സ്മെല്ല് റിമൂവ് ചെയ്യുക. ഇതിനൊക്കെ മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ കംഫർട്ട്. ഡെയിലി നോൺ വെജ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് രാവിലെ വരെ അതിൻ്റെ ഒരു മണം വീട്ടിൽ തന്നെ നിൽക്കും. അതിനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ കാണിക്കുന്നത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈം ഒരുപാട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ ആ ഫുഡിൻ്റെ ഒക്കെ സ്മെല്ലിങ്ങനെ തങ്ങി നിൽക്കും. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇതിലൂടെ. നമ്മൾ രാത്രി കാലങ്ങളിൽ സിങ്കൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാലും പിറ്റേന്ന് മോർണിംഗ് ആകുമ്പോഴും ആ സിങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് എന്തായിട്ട് നിൽക്കും. എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും ആ സിങ്കിൽ ഒരു ബാഡ് സ്മെല്ല് എന്തായിട്ടും ഉണ്ടാവും. ഇതൊരു ആഴ്ചയിലോ ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സിങ്കിലുള്ള ബാഡ് സ്മെല്ലൊക്കെ റിമൂവ് ആക്കാൻ പറ്റും. ഇവിടെ 1 കപ്പ് കംഫർട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് കംഫർട്ട് നമ്മുടെ ചൂടായ വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ തിളക്കുന്ന സമയത്ത് തന്നെ വീട്ടിലുള്ള എല്ലാ ബാഡ് സ്മെല്ലും മാറിക്കിട്ടും. വീട് മൊത്തം ഒരു നല്ലൊരു മണമായിട്ടിരിക്കും, ഫ്രഷ് എയർ ആയിട്ടായിരിക്കും ഇരിക്കുക. ആ ഒരു ടിപ്പ് എന്തായിട്ടും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അടുത്തൊരു ടിപ്പ്, ഇതൊന്ന് സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കർട്ടൻസിനും അതുപോലെ സോഫക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഇത്. ആഴ്ചയിൽ 1 തവണയോ ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട്, നമ്മുടെ വീടൊപ്പം നല്ലൊരു മണമായിട്ടായിരിക്കും ഇരിക്കുക. നമ്മുടെ വീട്ടിലെ കർട്ടൻസ് ഒന്നും നമുക്ക് എപ്പോഴും വാഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാഷ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണല്ലോ അതൊക്കെ. അതിനൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രാഗ്രൻസ് എന്തായിട്ടും വീട്ടിൽ അനുഭവപ്പെടും. അതുപോലെ തന്നെ മാറ്റിനൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ സോഫയിലൊക്കെ അവർ യൂറിൻ പാസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടണമെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് എന്തായിട്ടും കാണാൻ പറ്റും. അതുപോലെ തന്നെ ബെഡിലൊക്കെ യൂറിൻ പാസ് ആയിട്ടുണ്ടെങ്കിൽ ആ ബെഡിനൊക്കെ ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും ഉണ്ടാവുമല്ലോ. ആ ബെഡിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണം നമുക്ക് അനുഭവപ്പെടാൻ കഴിയും. അതും വസ്ത്രങ്ങൾക്ക് മണം നൽകാനല്ല എന്ന് മനസ്സിലായില്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഏകദേശം എല്ലാ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറ്റാനും കൂടി ഈ കംഫർട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും നല്ലൊരു മണം വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ്സും കൂടിയാണ്. വീടും ഫ്രഷാണ്, അതുപോലെ തന്നെ നമ്മളും എപ്പോഴും ഫ്രഷ് ആയിരിക്കാനും കൂടി നമുക്കതൊന്ന് ഹെൽപ്പാവും. ഇവിടെ ഞാൻ ഇതുപോലെ സിങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും നല്ലത് രാത്രി കാലങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മോർണിംഗിലുണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. ഫിഷൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ നോൺ വെജൊക്കെ ഫ്രൈ ചെയ്ത ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട്ടിൽ അനുഭവപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നല്ല നല്ല ടിപ്സും അതുപോലെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് കൂടി ഇടണേ. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. Thank you for watching my videos. Please subscribe my channel.